200 കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഏതാണ്ട് 150 കോടിയോളം ഒരു നടന് കൊടുത്തതിന് ശേഷം മീതിയുള്ള 50 കോടിക്ക് സിനിമ എടുത്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. നല്ല കണ്ടന്റ് ആയിരിക്കണം. ആ നടന്, നമ്മൾ ഉദ്ദേശിക്കുന്ന 150 കോടി കൊടുക്കുന്ന നടന് ആ കഥാപാത്രത്തിനെ ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് മാത്രം മതി. അത് തെളിയിച്ചിരിക്കുകയാണ് വീരാധീരാസൂര എന്നുള്ള സിനിമ. നമസ്കാരം, അമൃതാണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമ ഒരു പ്രതീക്ഷയില്ലാതെ കാണാൻ പോയതാണ്. അതും തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഇത് പാർട്ട് 2 ആണെന്ന് കണ്ടപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വന്നില്ലേ, വിക്രമിന്റെ ഒരു സിനിമ ഞാൻ മിസ് ചെയ്തു, എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനായി. പിന്നീടാണ് മനസ്സിലായത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യം റിലീസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രീക്വൽ ഇനി ചെയ്യത്തേ ഉള്ളൂ. അതായിരിക്കും എൻ്റെ ലോജിക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമയ്ക്ക് കയറി. സാധാരണ ഒരു തമിഴ് സിനിമയുടെ സ്റ്റാർട്ട്, പക്ഷേ എങ്കിലും ആ ഒരു പവർ ഇനിഷ്യൽ അതിൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ ഉണ്ട്. സുരാജേട്ടൻ ഇതിനകത്ത് തകർത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വന്തം സൗണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മണിച്ചേട്ടനൊക്കെ തമിഴിൽ പോയി കസറിയ അത്ര എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഹി ഹാസ് ഡൺ ഹിസ് ബെസ്റ്റ്. പക്ക ഒരു തമിഴ് നടൻ പെർഫോം ചെയ്യുന്ന കണക്ക് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമ തുടക്കം മുതൽ തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള, അതൊരു ക്രൈം ത്രില്ലർ ടൈപ്പായിട്ടാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ അടുത്ത അറൈവൽ എന്ന് പറയുന്ന സൂര്യ. ഈ സൂര്യ എന്ന് പറയുന്ന ആക്ടർ വളരെ സിമ്പിളായിട്ടൊരു പോലീസ് ഓഫീസറുടെ ഒരു ACP ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പോവുകയും ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ ഉള്ള ഒരു സൈക്കോ പ്രകടനമുണ്ട്. അത് അയാളുടെ സിഗ്നേച്ചർ ഐറ്റമാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ട് അയാൾ ഇതിനകത്ത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ 150 കോടിയുടെ നടൻ വിക്രം. ഈ ഒരൊറ്റ മനുഷ്യൻ മതി ഈ സിനിമയെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ. ഈ നടൻ ഒരു ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ടിടുന്ന എഫേർട്ട്, ആ ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റങ്ങളായിരുന്നാലും ഓരോരോ മൈന്യൂട്ട് ജെസ്റ്റേഴ്സ്, ഇത്രയും ആക്യുറസിയോടുകൂടി ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന ഒരു നടൻ ഇന്ത്യയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് മിനിയേച്ചറായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ഓരോരോ കഥാപാത്രങ്ങളായാലും ഓരോരോ സിനിമകളിലും ചെയ്യുന്ന ഓരോരോ കഥാപാത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായിട്ട് ഇയാൾ അവതരിപ്പിക്കും. അപ്പോൾ അതിലൂടെ തന്നെ ആ ഒരു കാളി എന്ന കഥാപാത്രം നമ്മളിലേക്ക് നന്നായിട്ട് അങ്ങ് കണക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ അയാളുടെ മാനസിക സംഘർഷങ്ങളിലൂടെ ഇയാൾ എന്താണ്, ഇയാളുടെ പിന്നിൽ എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ ഫയറായിട്ട് കത്തിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തിരക്കഥയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി അഭിനയം, പെർഫോമൻസ് ബൈ ചിയാൻ വിക്രം. ഇതിനകത്ത് ഫൈനൽ, അതായത് അവസാനത്തെ സീനിൽ ചിയാൻ വിക്രം എന്നുള്ള പേര് കിട്ടാനുള്ള ഒരു പാട്ടുണ്ട് തമിഴിൽ. അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഇട്ടിട്ടുണ്ട്. വിദ്യാസാഗർ സാറിന് കോർട്ടസിയൊക്കെ കൊടുത്തുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. പക്ഷെ സൂപ്പറായിരുന്നു. ആ ഒരു പവർ, ഒരു വിളിയുണ്ട്, മധുര വീരന്താനെ. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു സാധനത്തിൽ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ GVP ആണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇയാൾ ഓരോ സിനിമയ്ക്കും ആ സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് മ്യൂസിക്കൽ അപ്രോച്ച് പിടിക്കും. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരുന്നാലും പാട്ടുകളിലായിരുന്നു. ഗംഭീര പാട്ടുകളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും, സൂര്യ, ആ ത്രിമൂർത്തികളുടെ ലിസ്റ്റിൽ സുരാജേട്ടനെ പെടുത്താം, കാരണം അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒൺ ആൻഡ് ഓൺലി വിക്രം സാർ. അപ്പോൾ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഭയങ്കര കോടികളൊന്നും എടുത്തിട്ട് മറിച്ചിട്ടുള്ള സിനിമയൊന്നും അല്ലത്. പക്ഷേ സിനിമ എന്താണ്, ആ കണ്ടൻറ്റ് നന്നായിട്ട് കൺസീവ് ചെയ്ത് ഓരോരോ ആക്ടേഴ്സും അതങ്ങനെ ആ ഡയറക്ടറുടെ മനസ്സിലുള്ള സാധനത്തിന് ഓരോരോ ആക്ടേഴ്സും ഡെലിവറി ചെയ്തപ്പോൾ കിട്ടിയ ഒരു സിനിമാറ്റിക് അപ്പീലുണ്ട് പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ. അതിൽ ഐ എം 100% സാറ്റിസ്ഫൈഡ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. ഇത് ഞാൻ വലിയൊരു ആഡംബര തിയേറ്ററിലൊന്നും ഇരുന്ന് കണ്ടതല്ല. വർക്കലയിലെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചെറിയ തിയേറ്ററാണ്. പക്ഷേ എങ്കിലും അവിടുത്തെ സൗണ്ടിങ് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.